ഹായ് മിത്രങ്ങളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എളിയ മനസ്സിൻ്റെ ഉടമകൾ, ഒഴിവാക്കേണ്ടവരെ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയും. അതല്ലേ സത്യം? അതിനായി നമുക്ക് കാരണങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ യഥാർത്ഥ കാരണങ്ങൾ, ചിലപ്പോൾ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാനുള്ള വ്യാഖ്യാനങ്ങൾ. ഇത് ശരിയായില്ല, അത് പൊരുത്തപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ബന്ധങ്ങളും നിശബ്ദമായി അവസാനിപ്പിക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. കാണണം എന്നൊരാഗ്രഹം, സംസാരിക്കണം എന്നൊരു തോന്നൽ, ഒരാളുടെ സാന്നിധ്യത്തിൽ കിട്ടുന്ന ചെറിയ സന്തോഷം, ഇവയെല്ലാം ചിലപ്പോൾ ഒരു നിമിഷത്തിന്റെ വികാരങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ അവയെ ചെറുതാക്കി കാണുകയും ഇത് താൽക്കാലികം എന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്യും. പക്ഷേ സത്യത്തിൽ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും സത്യസന്ധമായത് അത്തരത്തിലുള്ള ചെറുവികാരങ്ങളാണ്. അവയെ തച്ചുടച്ച് കളയുന്നത് ഒരു ബന്ധത്തെ മാത്രം നഷ്ടപ്പെടുത്തുന്നതല്ല, മറിച്ച് നമ്മളിലെ ഒരു ഭാഗത്തെയും നഷ്ടപ്പെടുത്തുന്നതാണ്. കാരണം എന്തെന്നാൽ അവർ നമ്മൾക്കൊരു ശല്യമല്ല, അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നവരുമല്ല. അവർക്കൊരു പരിധിയുണ്ട്. അവർ അതിരുകൾ മാനിക്കുന്നവരാണ്. അവർ മിതത്വം പാലിക്കുന്നു. അവർ സ്നേഹിക്കുന്നതും ശബ്ദമില്ലാതെ തന്നെയാണ്. അവരുടെ സാന്നിധ്യം ശബ്ദമുണ്ടാക്കുന്നില്ല, ശല്യമുണ്ടാക്കുന്നില്ല, പക്ഷേ ഒരു നിശബ്ദ ആശ്വാസം മാത്രം നൽകുന്നു. പക്ഷെ ഒന്നുണ്ട്, ഇത്തരം ആളുകളെ നമുക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല. അവരുടെ മൂല്യം തിരിച്ചറിയുമ്പോഴേക്കും അവർ നിശബ്ദമായി അകന്നുപോയിരിക്കും. അവർക്കൊരു ശീലമുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടത് സ്നേഹം മാത്രം. അത് കിട്ടുന്നില്ലെന്ന് തോന്നിയാൽ അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കില്ല. അവർ പോകും, ആരെയും കുറ്റപ്പെടുത്താതെ, ആരോടും വെറുപ്പ് കാണിക്കാതെ. ഒരിക്കൽ അങ്ങനെ പോയാൽ തിരികെ വരണമെന്നില്ല. കാരണം വളരെ ലളിതമാണ്. അവരാണ് എളിയ മനസ്സിൻ്റെ ഉടമകൾ. അവരുടെ സ്നേഹം ആഴമുള്ളതാണ്, പക്ഷെ അവരുടെ അഭിമാനം അതിലും ആഴമുള്ളതാണ്. ഇതിവിടെ അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. സ്നേഹപൂർവം, സുജിത് പി.